അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുമല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു NDF-ന്റെ ചായ്വ് വന്നു എന്നുള്ള, അല്ലെങ്കിൽ ഒരു SDPIന്റെ ചായ്വ് വന്നു എന്നൊന്നും വിചാരിക്കരുത്. നീ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പേരിട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇന്നലെ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. അതേപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ജവാന്റെ ഭൗതിക ശരീരത്തിന് അനാദരവ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു മുസ്ലിം സഹോദരനെയാണ്. അവനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഭീകരവാദം, രാജ്യദ്രോഹ കുറ്റമാണ്. അതേ ടേം തന്നെ ഒരു പട്ടാളക്കാരനായ ആൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും അവഹേളിക്കുന്ന രൂപത്തിലും ഈ പട്ടാളക്കാരനെ അവഹേളിക്കുന്ന രൂപത്തിലും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവനിക്കെതിരെ ഏത് വകുപ്പ് ചുമത്തി? അവനെ അറസ്റ്റ് ചെയ്തോ? ചെയ്തില്ല. എന്നിട്ട് ഈ കേരള യാത്രയിൽ തന്നെ ആ ചെറുപ്പക്കാരനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്ന പോസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിം എന്നുള്ള പേര്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള പേരും വെച്ചിട്ട് പ്രവർത്തിക്കുന്നത്? കപട മതേതരത്വം നമ്മൾ ഇവിടെ തെളിയിച്ചു കാണിക്കേണ്ടതുണ്ടോ? മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ കഴിയണം. നാദാപുരത്തിന്റെ മണ്ണ് കഴിഞ്ഞോ? നാദാപുരത്ത് നിങ്ങളിപ്പോ ചോദിക്കും അവിടെ പുനർനിർമ്മിച്ചു കൊടുത്തില്ല. പുനർനിർമ്മിച്ചു കൊടുത്തോണ്ട് എന്ത് കാര്യമാണ്? സ്വന്തം ഭരണത്തില് സെക്കൻഡ് ലീഡറായിട്ട് അല്ലെങ്കിൽ രണ്ടാം പാർട്ടിയായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അണികൾക്ക് അവരുടെ സ്വത്തിനും ജീവനും വീടുകൾക്കും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ ഭരണത്തിലിരിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഞാൻ എല്ലാ ഗ്രൂപ്പുകളും ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. പക്ഷെ അവർ പറയുന്നതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്തിനാണ് നമ്മൾ ഭരണത്തിൽ അള്ളിപ്പടിച്ച് നിൽക്കുന്നത്? സ്വന്തം സമുദായത്തിലെ ആൾക്കാർക്ക് അവരുടെ സ്വത്തിനും സംരക്ഷണവും കൊടുക്കാതെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ നിശബ്ദത പാലിച്ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാ ഭരണത്തിൽ അള്ളിപ്പടിച്ചിരിക്കുന്നത്? കേരളം ഭരിക്കുന്നതിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ കേരള യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും പ്രതികരിക്കാൻ കഴിയുമോ? ഈ ചെറുപ്പക്കാരനെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കണം എന്നുള്ളത് നാളെയോ അല്ലെങ്കിൽ ഇന്നോ SDPI ഈ സമരമായിട്ട് ഏറ്റെടുത്തു വരും. കാരണം അവർ നടത്തുന്ന സമരങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട്. അവർ കേരളത്തിൽ വാദിക്കുന്ന കേസുകളൊക്കെ വിജയിക്കുന്നുണ്ട്. ശക്തമായ വിധികൾ വരുന്നുണ്ട്. മാറാട് കേസിൽ നല്ല വിധികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറത്തുള്ള യൂനുസ് കുഞ്ഞിന്റെ കേസിൽ വിധികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കാരായിമാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരായിമാര് ഇപ്പൊ ഈ വിധിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് മുസ്ലിം ലീഗിന്? എന്തിനാണ് മൃദു സമീപനം സ്വീകരിക്കുന്നത്? സ്വന്തം സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നിലവിൽ വന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ നേതാക്കൾക്ക് അത് കഴിയാതെ പോകുന്നു?